ഇപ്പൊ ചേച്ചി ഇപ്പൊ ആർട്ട് ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്, അതേസമയം ചേച്ചി ബൊട്ടീക്കും നോക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ? ചെയ്യാം, രണ്ടും കൂടെ ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക്. അതെ, ഞാനിപ്പോ ഈ സിനിമ വരുന്നതിന് മുമ്പേ കുട്ടികളുടെ കാര്യവും എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങൂല. ഞാൻ എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈ ഉച്ച നേരത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാ. തീർച്ചയായും. അല്ല, ഞാൻ പറയുന്നു, ഞാൻ ആ സമയത്താണ് ഈ തയ്യൽ പഠിച്ചതാണ്. എൻ്റെ പഠിച്ച് ഞാനൊരു ചെറിയൊരു സ്ഥാപനം ഇട്ട് അതിലാണ് ഞാൻ പിന്നെ 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 ഇങ്ങനെ പതുക്കെ പതുക്കെ വലുതാക്കി കൊണ്ടുവന്നത്. 10 മിനിറ്റ് വണ്ണം വെക്കേ. ചേച്ചി നല്ല മനസ്സുള്ളവർക്കാണ് വണ്ണമുള്ളെന്നാ പറയുന്നത്, അതറിയില്ലേ ചേച്ചി? കണ്ടില്ലേ, നല്ല മനസ്സുണ്ടാവും, പക്ഷെ നല്ല ആരോഗ്യം കൂടെ വേണ്ടേ? ആരോഗ്യം വരും, ഉറങ്ങുമ്പോ നല്ല ആരോഗ്യം വരും. ചേച്ചി ഡയറ്റ് ഒക്കെ നോക്കോ? ഇല്ല, എനിക്ക് ഉച്ചയ്ക്ക് ചോറ് നിർബന്ധമാണ്. പക്ഷേ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഒരു ചെറിയൊരു യോഗ ചെയ്തിട്ട് ഞാൻ എണീക്കുന്നു. പിന്നെ എൻ്റെതായ എല്ലാ കാര്യങ്ങളും ഒരു ഇതിൽ കൊണ്ടുപോകും ഞാൻ. ഇപ്പം ചേച്ചി സെറ്റിൽ ചെയ്തിരിക്കുന്ന എറണാകുളത്ത്, പക്ഷെ ചാലക്കുടി വിട്ടിട്ടില്ല. ചാലക്കുടി തന്നെയാണ് ഷോപ്പൊക്കെ. ബേസ് എവിടെയാ? നേറ്റീവ് പ്ലേസ്? അത് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് പനമണ്ണയാണ്. ഒറ്റപ്പാലം അപ്പൊ ഒത്തിരി ഷൂട്ട് ചെയ്യുന്ന സ്ഥലമല്ലേ? അതല്ലേ, ഞാൻ സിനിമയിൽ വന്നിട്ട് ഒരു സിനിമ എനിക്കൊരു ഇഷ്ടം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ഊട്ടി, കൊടൈക്കനാല് ഇപ്പൊ പോയി കാണാമല്ലോ, അവിടേക്കാണല്ലോ സാധാരണ ഷൂട്ട് കേട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ മൊത്തം ഒറ്റപ്പാലത്താണ്. ഞാൻ വിചാരിച്ചു ഇവിടെ അന്ന് ഒറ്റപ്പാലം പാലക്കാടാണല്ലോ ഷൂട്ട് കൂടുതലും, കുറേ സിനിമകളാണ്. ഞാൻ വെച്ചാൽ ഇവിടെ ഊട്ടിയിലൊന്നും പോണില്ലേ ഷൂട്ട് ചെയ്യാൻ. ആകെ ചെയ്തത് ആഗതൻ ഒരു പടം. ഈ ഒറ്റപ്പാലത്ത് ഇത്രയും സിനിമ നടന്നിട്ട് ചേച്ചിയെ കണ്ടില്ലായിരുന്നു? ഇല്ല, അതാണ് നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദാസാ വിജയ എന്ന് പറയുന്ന ഒറ്റപ്പാലത്തുള്ള വീടൊക്കെ ചേച്ചിക്ക് ഇപ്പോഴുണ്ട്? ഉണ്ട്, നമ്മുടെ തറവാടാണ്. അത് അച്ഛൻ്റെ പെങ്ങളൊക്കെയാണുള്ളത്, അവിടെ ഉണ്ട്. അപ്പൊ ചേച്ചി അവധി കിട്ടുമ്പോ അവധി അതില്ല, അങ്ങനെ പോകില്ല. എൻ്റെ അമ്മ ഇപ്പൊ ചാലക്കുടി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ചാലക്കുടി അമ്മ അടുത്തായിരിക്കും മിക്കപ്പോഴും. പിന്നെ ചേച്ചി പിള്ളേര് 2 പെൺകുട്ടികൾ. ഓക്കെ, അവരെന്നാ ചെയ്യുക? ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് പേടിയാ. ഒരാൾ ബാംഗ്ലൂര്, ഒരാൾ ചാലക്കുടിയിലുണ്ട്. കൊച്ചുമക്കള്? ഒരാൾ സൂര്യകിരൺ. മരുമക്കൾ എന്നാ ചെയ്യുന്നു? മരുമക്കൾ ഒരാൾ ദുബായിലാണ്, ഒരാൾ ബാംഗ്ലൂർ തന്നെ. ഒരു പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് അവരെയാണ്, മരുമക്കളെ. കാരണം അവരാണ് എന്നെ അമ്മ ഈ പ്രായത്തിൽ അമ്മേനെ സിനിമയിലേക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. എല്ലാവരും സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അമ്മയോട് വരുന്നോ എന്ന് ചോദിച്ചു, അമ്മ പോയി ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞത് അവരാണ്, മരുമക്കള്. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും പെമ്മക്കൾക്ക് കുശുമ്പ് വന്നില്ലേ? പെമ്മക്കളെങ്ങനെ മരുമക്കളുടെ ആ സപ്പോർട്ടാണ് എന്നെ ചിലപ്പോൾ ഇവിടം വരെ എത്താൻ സാധിച്ചു. കാരണം അവരൊക്കെ ഒരു പക്ഷേ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ മക്കള് കുടുംബമാണല്ലോ, ഏറ്റവും വലുത് നമ്മൾ അതിനാണല്ലോ കൊടുക്കും. ഞാൻ പക്ഷെ ഒന്നിനും വരില്ല, അവിടെ തന്നെ കൂടിയാണ്. ചേച്ചി ഒരു മോള് മീഡിയയിൽ വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ട്, ഇതില് ഇവിടെ അമൃതയില് സന്ധ്യാദീപം. എന്നിട്ടാണ് മോളെ മിണ്ടാതിരുന്നത്. വനിതാ രത്നം വിന്നർ ആയിരുന്നു. ആള് മോശമല്ലല്ലോ, എന്നിട്ട് പതുങ്ങി പൂച്ച പോലെ ഇങ്ങനെ മിണ്ടാതിരിക്കുവാന്നെ. എന്തായാലും ഇനി പിടിച്ചാളാം. ഞാൻ ചില സ്ഥലത്ത് ചെല്ലുമ്പോ ചിലര് ചോദിക്കാനോട് റോമിയുടെ അമ്മയാണോ? അപ്പൊ ഞാൻ പറയാം അതെ. അപ്പം ഞാൻ ചോദിച്ചു റോമിയെ പരിചയമുണ്ട്. സന്ധ്യാദീപം കാണാറുണ്ട് ഞങ്ങൾ. കാരണം സന്ധ്യാദീപം കാണുന്ന കുറേ ആൾക്കാർ ഇതിനായിട്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഉറപ്പ്. എന്താ അറിയോ, എന്റെ ഏട്ടന്റെ അമ്മയൊക്കെ സന്ധ്യാദീപം മസ്റ്റ് അത് കണ്ടിരിക്കും. അതെ, കുറേ ഉണ്ട്, കുറേ ആൾക്കാർ. ഞാൻ ചെല്ലുന്ന വീടുകളിലൊക്കെ കുറേ പേര് പറയാറുണ്ട്. ആ റോമീനെ കൂടെ എന്നെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. സത്യം. എന്നാന്നറിയാം ചേച്ചി, അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്, ഒരുപാട് ദൈവിക ഒത്തിരി അമ്പലങ്ങൾ തന്നെ നമുക്ക് പരിചയമില്ലാത്ത കുറേ അമ്പലങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ? ഒത്തിരി അമ്പലം, അതിന്റെ ചരിത്രം ഒക്കെ വരുന്നുണ്ട്. ശരിയാ, കുറെ നേരം വർത്താനം പറഞ്ഞു, പക്ഷെ ചേച്ചിക്ക് ഇത് തന്നില്ല. അതാണ് തരും. പക്ഷെ ചേച്ചിയുടെ ആ ഒരു ആദ്യം എനിക്ക് പറഞ്ഞു തന്നില്ലേ, ഒരു ചിക്കൻ, അതിന്റെ അടുത്ത് വരുമോന്ന് എനിക്ക് അറിയാൻ മേല. പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല. ഇതിന്റെ കറി നല്ല രസമുണ്ട് കേട്ടോ. അതാ ചേച്ചി കഴിക്കുമ്പോഴും നല്ല രസാ. മല്ലിയുടെ ടേസ്റ്റ് അങ്ങനെ അറിയുന്നേ ഇല്ലല്ലോ. ടേസ്റ്റ് അല്ലേ? ഇപ്പൊ ചേച്ചി ഫീൽഡിൽ വന്നിട്ട് എത്ര കാലമായി ചേച്ചി? ഇപ്പൊ ഒരു 15 വർഷത്തോളം. അപ്പൊ ഏകദേശം 300ഓളം പടമായില്ലേ ചേച്ചി ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ വരുന്ന പുതിയ കുട്ടികളുടെ അമ്മയാവുന്നുണ്ട് ഞാൻ. ഇപ്പോഴും നമ്മൾ ഒരു പടം 2 പടമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈശ്വരന്റെ
ഒരു ഭാഗ്യം. അല്ല, ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയല്ല അത്. ഇപ്പൊ ഈ 300 പടങ്ങൾ ചെയ്തതിൽ ചേച്ചിക്ക് ഏതൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്? അവാർഡിപ്പം JC ഫൗണ്ടേഷൻ അവാർഡ്, അങ്ങനെ കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ബസ്മാര അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച്. ആദ്യത്തേനാണോ ചേച്ചി വർത്താനം പറയാതെ പോയത്? പിന്നെ ഇപ്പൊ വർത്താനം പറയാം. ഇപ്പൊ സ്റ്റേജ് ഒക്കെ കിട്ടിയ നല്ല അല്ലെങ്കിലും നമുക്ക് പേടിയില്ല. മറ്റേത് നമുക്ക് ഭയങ്കര പേടി. പിന്നെ നമുക്ക് ചാലക്കുടി കൂടെ പോകുമ്പോൾ ചിലർ പറയുമല്ലോ, ശാന്തമോൻ, അപ്പം നമുക്ക് ഒരു നോക്കണോ മിണ്ടണോ എന്ത് ചെയ്യണം നമ്മളെ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മുടെ. ചേച്ചി വർത്താനം പറയുവല്ലേ? ഞാൻ പറയും, ഞാൻ നോക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ ശരിക്കും നമുക്കൊരു എന്തൊരു, ഞാനൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ വന്നതല്ലല്ലോ, ഒരു പ്രായം എത്തിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് ഇതിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഒക്കെ കൊടുക്കും. എനിക്ക് വയ്യ. പിന്നെ ഈ പറഞ്ഞ പോലെ മുമ്പ് വന്ന പോലെ ആണെങ്കിൽ ആ കുട്ടികളായിട്ട് വരുന്ന സമയമാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോയി. ഇതിപ്പം പെട്ടെന്ന് വരുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അതാ ചേച്ചി ഇപ്പോൾ ഒരു ബിസിനസ് വിമൻ ആണു, സെലിബ്രിറ്റി ആണു. അപ്പം ബീങ് എ ബിസിനസ് വിമൻ, ചേച്ചി സെലിബ്രിറ്റി ആയത് ചേച്ചിനെ ഒരുപാട് ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഞാൻ പലപ്പോഴും പലരും എന്നോട് ചോദിക്കും, ഇത് നിർത്തിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഞാൻ പറയും, ഞാൻ ഒരിക്കലും നിർത്തൂല. കാരണം ഞാൻ ഇത് ഇതിൽ കൂടെയാണ് ഞാൻ വന്നത്. പിന്നെ നമുക്ക് എന്ന് സിനിമ എപ്പോഴും എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തിരിച്ച് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മളുടെ ഒരു സ്ഥാപനം, നമുക്കിപ്പോൾ വർക്ക് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഒന്നും വർക്കില്ലാണ്ടിരുന്നാൽ എനിക്ക് കടയിൽ പോയിരിക്കുമ്പോഴും പിന്നെ നമ്മൾ ഒറ്റപ്പെട്ടു എന്നോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നു എന്നൊന്നുമില്ല. നമുക്കൊരു സ്ഥാപനത്തിൽ വന്നിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും എപ്പോഴും. അപ്പോൾ ചേച്ചി എന്നാ പറ്റി ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തിരിഞ്ഞ്? ഇതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബോറടിച്ചു ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട്. അപ്പം ഞാൻ പിന്നെ ബോറടിച്ചിരുന്നു. പിന്നെ മാത്രമല്ല, അന്ന് എഞ്ചിനീയർ ആണല്ലോ ഹസ്ബൻഡ്. അപ്പം അവർക്ക് ഓരോ മീറ്റിങ്ങുകൾ വരും. എപ്പോഴും സാരി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൊടുത്ത പിറ്റേ പ്രാവശ്യം കൊടുക്കുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ, അറിയാമല്ലോ. അപ്പം എപ്പോഴും സാരി എടുക്കുക. ആ സമയങ്ങളിലൊക്കെ പട്ടുസാരിയാണ് കൂടുതൽ. എപ്പോഴും പട്ടുസാരി എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, കോട്ടൺ സാരി വാങ്ങിയിട്ട് ഫാബ്രിക് പെയിൻറ്റ് വാങ്ങി വെച്ചിട്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. പെയിൻറ്റ് ചെയ്യില്ല ഞാൻ. എന്ത് ചോദിച്ചാൽ എളുപ്പപ്പണിയുണ്ട്, അതറിയില്ല. എല്ലാം എനിക്ക് എളുപ്പപ്പണികളാണല്ലോ. ഞാൻ സാരി ഇങ്ങനെ നല്ല നിവർത്തി അങ്ങ് ഇടും മേശയിലേക്ക് ഇട്ടിട്ട്. ഞാൻ അന്ന് ചെയ്യുന്നതിന് വെണ്ടയ്ക്ക വാങ്ങും. വെണ്ടയ്ക്ക അറിയാലോ, ഒരു 5 വെണ്ടയ്ക്ക ഓരോ വലിപ്പത്തിലെടുത്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്യും. എന്നിട്ട് അത് ഫാബ്രിക് പെയിൻറ്റ് മുക്കിയിട്ട് ഡിസൈൻ ചെയ്യും. എന്നിട്ട് അങ്ങനെ പല ഡിസൈൻ, അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഒരു കുത്തു വരുന്ന ഒരു ഡിസൈൻ. അങ്ങനെ ഒരു 3-4 സ്ഥലത്ത് വയ്ക്കും. അങ്ങനെ വെച്ചിട്ട് കട്ട വയ്ക്കുമ്പോൾ ഒരു പൂക്കളായി ഇങ്ങനെ. എന്നിട്ട് ആ സാരി ഉണങ്ങുന്നവരെ ഈ വെണ്ടയ്ക്ക എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ബാക്കി വെണ്ടയ്ക്ക, അല്ലെങ്കിൽ അത് ചുങ്ങിപ്പോവും. അങ്ങനെ മൊത്തം ഡിസൈൻ ചെയ്യും. ബ്ലൗസിനും കയ്യിലൊക്കെ ഡിസൈൻ ചെയ്ത് അത്. പിന്നെ അതേപോലെ നമ്മുടെ വലിയ മറ്റേ മുളകുണ്ടല്ലോ, മുളകൊന്ന് നടുവൊന്ന് സെൻറ്റർ വെട്ടുമ്പോൾ ഒരു പ്രത്യേക ഡിസൈൻ വരുമല്ലോ. ആ ഡിസൈൻ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് നോക്കി, സങ്കല്പിച്ച് നോക്കി. വൈറ്റ് സാരിയിലൊക്കെ നല്ല ഡിസൈൻ ആയില്ലേ? എളുപ്പമാണ്, വരയ്ക്കണ്ട. ഞാൻ ഇത് കത്രിക്കയില്ലേ, നമ്മുടെ കത്രിക്കയുടെ ഒരു ഇത് സെൻറ്റർ മുറിച്ചിട്ട് നിറയെ കുത്താണല്ലോ, അത് കുരു അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ ഡിസൈൻ വെച്ചിട്ട് വൈറ്റ് സാരിയിൽ പർപ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്തത്. എല്ലാവരും എന്നോട് ചോദിച്ചു, ഇത് എന്തോരം സമയം എടുത്തു ഈ കുത്തു ഉണ്ടാക്കി. എനിക്കറിയാലോ, ഇത് മുറിച്ചിട്ട് ഞാനിത് ഞാൻ പറഞ്ഞ കുറേ സമയമൊക്കെ എടുക്കും, പക്ഷെ നമ്മൾ കഷ്ടപ്പെടണം. ചേച്ചി കത്രിക്കയിൽ ചെയ്യുമ്പോ തന്നെ എൻ്റെ ഒരു സംശയം ചോദിക്കുവാന്നേ, ഈ കുത്തുണ്ട് ഓക്കെ, പക്ഷെ അതിന്റെ സർഫസ് കുറച്ച് ഇല്ല. നമ്മളിങ്ങനെ നേരെ ഇതാക്കിയിട്ട് നേരെ കറക്റ്റ് മുറിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ഒന്ന് ഉരച്ചെടുക്കുക. ഒരു ഇത് ഫുൾ പെയിന്റ് അല്ല, ഫുൾ പെയിന്റ് വരില്ല, ഇടയിലല്ലേ വരുള്ളൂ. എന്നിട്ട് ഈ മോൾ ഭാഗത്ത് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുകളിൽ പിടിക്കാൻ പറ്റും. ഇതിൽ മുക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക വിളിച്ച്. അപ്പം എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ 2 3 ഒക്കെ ഒരേ വലിപ്പത്തിലുള്ളത് നമ്മുടെ കയ്യിൽ വേണം. കാരണം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങി പോകുമ്പോൾ അടുത്തെടുത്ത് അതേപോലെ വയ്ക്കണം. നല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം. ഒരു അച്ചു പോലെ എല്ലാത്തിലും നമ്മളൊരു അച്ചു പോലെയല്ലേ. ഇപ്പം പിന്നെ മഞ്ഞയും പച്ചയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റ് മിക്സ് ചെയ്താൽ വേറെ കളർ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നമുക്ക് ഉണ്ടാക്കാം. ചുമപ്പും പച്ചയും കൂടി ഇട്ടാൽ വേറെ കളർ വരും. ഇതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. ചേച്ചി ബേസിക്കലി പണ്ടൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, എവിടെയെങ്കിലും നമ്മളൊരു ഫംഗ്ഷന് പോയാൽ ഏറ്റവും എലഗന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ട്രഡീഷണൽ റോയൽ ലുക്ക് തോന്നുന്ന ഒരു പട്ടുസാരിയിലാണ് പറയുന്നത്. പക്ഷെ ചേച്ചിയുടെ ഒരു കോൺസെപ്റ്റ്, ചേച്ചി ഇപ്പോൾ കോട്ടൺ സാരീസിൽ ചെയ്യുന്നു, ടെസറിൽ ചെയ്യുന്നു. ചേച്ചിയുടെ വ്യൂ പോയിന്റിൽ നമുക്കൊരു നല്ലൊരു എലഗന്റ് ലുക്ക് കിട്ടും. ശരിക്കും നമ്മൾ പ്യുവർ കോട്ടൺ സാരിയിൽ ഉടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഇത് ഒരു എലഗന്റ് ലുക്ക് തന്നെ, നല്ലൊരു പ്രൗഡി ആയിരിക്കും. എന്നാൽ നല്ലൊരു എടുപ്പുണ്ടാവും. നമുക്ക് തന്നെ ഒരു ഉടുത്തു എന്നുള്ളൊരു തോന്നൽ, കംഫർട്ടാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, വണ്ണുള്ളവർ ഏത് സാരി കൊടുക്കണം? കോട്ടൺ സാരിയിൽ തന്നെ പല കോട്ടൺ ഉണ്ട്. എല്ലാം കോയൽ കോട്ടൺ ഉണ്ട്, ഫുൾ ഓയിലിന്റെ സാരിയാണ്. ഫുൾ ഓയിലൊക്കെ കൊടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന സാരിയാണ്. നമ്മൾ വിചാരിക്കില്ല വിടർന്ന് നിൽക്കും, ഇല്ല, ഒതുങ്ങി വരും.
ഓക്കെ. അപ്പോൾ എടുക്കുമ്പോൾ അങ്ങനെ നോക്കിയെടുക്കണം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ അല്ല, ഫുൾ ഓയിൽ സാരി എന്ന് പറഞ്ഞാൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന, അത്ര വണ്ണമൊന്നുമില്ല. ചേച്ചി തമാശ പറയല്ലേ? അല്ല, എന്ത് അത്ര വണ്ണമൊന്നുമില്ല. എന്തായാലും ചേച്ചി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ ഇന്ന് ചേച്ചി ഈ അടുക്കളയിൽ വന്നിട്ട് എനിക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ടിപ്പ് പറഞ്ഞത്. നല്ലൊക്കെ ഒരു സാരിയിലൊരു ഡിസൈൻ നമ്മളൊക്കെ ശരിയാ ഇങ്ങനെ ചേച്ചിയെ കൊടുത്തോണ്ട് പോകുമ്പോൾ ഞാനും പലരോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തത് നമ്മൾ ഉടുക്കുമ്പോൾ നമുക്കൊരു വിലയല്ലേ. ഇപ്പൊ വീട്ടിലാണെങ്കിലും ഇപ്പം സാറാണെങ്കിലും അത് ഉടുത്ത് ചെല്ലുമ്പോൾ പറയില്ലേ ഇതെവിടെ നിന്ന് ആനി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയാന്ന്, ഞാൻ ഡിസൈൻ ചെയ്താന്ന് പറയുമ്പോൾ ഇത് ചെയ്തോ എന്ന് തോന്നുന്നു. സത്യം, ഒരു അഭിമാനം തോന്നും നമുക്കും. ശരിയാ. നിസാരം ഇപ്പം ഒരു കോയൽക്കോട്ട സാരിക്ക് ആകെ ആകുന്ന 250 രൂപ. നമ്മളൊരു ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ മൊത്തം അതിനാകുന്ന 100-300 രൂപയാവുള്ളൂ. ഉടുക്കുമ്പം എന്താ ഒരു 750 രൂപ 800 രൂപയുടെ സാരി ഉടുത്ത പോലെയാവും. അതെ, ഒരു ശരിയാ. ഒരു പുതിയ ഡിസൈനും അത് ആർക്കും ഉണ്ടാവുകയില്ല. ഈ പെയിന്റിങ് ശരിക്കും എല്ലാ സ്റ്റഫിലും ചെയ്യാൻ പറ്റും, ഈവൻ കാഞ്ചീപുരം വരെ? ഇല്ല, നമുക്ക് അത് ചിലതിനൊക്കെ പറ്റുള്ളൂ. അത് നമ്മൾ ഒരു സൈഡ് എപ്പോഴും നമ്മളൊരു തുണി വാങ്ങിക്കഴിഞ്ഞാൽ ടസർ അങ്ങനെ സാരിയൊക്കെ ഉണ്ട്, സൈഡിലൊന്ന് ചെയ്തു നോക്കണം. ഏത് ഡിസൈനും നമ്മൾ സൈഡിൽ ആ തുണിയിൽ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ കളർ കൊടുക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല പച്ചയും മഞ്ഞയും കൂടെ കൂടുമ്പോൾ ഒരു വേറൊരു കളർ വന്നു, അത് ചിലപ്പോൾ വെള്ളയ്ക്ക് കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല ചുമപ്പിൽ കൊടുക്കുമ്പോൾ വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സാരിയുടെ സൈഡിലൊന്ന് കൊടുത്ത് നോക്കണം. ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊന്ന് കൊടുത്തിട്ട് ആ കളർ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. എന്തായാലും ചേച്ചി എൻ്റെ അടുക്കളയിൽ വന്നിട്ട് എന്തോരം ടിപ്സാ പറഞ്ഞു തന്നെ. ഇതിപ്പോ എനിക്ക് മാത്രമല്ല, ഇപ്പൊ മനസ്സിലായി മിണ്ടാതിരിക്കുന്ന ആളല്ല. അതേ ഞാൻ മാച്ചു. അയ്യേ മിണ്ടാതിരിക്കാനേ ഒക്കത്തില്ല. ചേച്ചിയുടെ ഇംപ്രഷൻ മാറ്റിക്കോ. ഇത് പാവമൊന്നല്ല കേട്ടോ, നല്ല വർത്താനം. എനിക്ക് എന്നെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, അതാണ് സത്യമായി. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെടുന്നതും ഇതിൽ നിൽക്കുന്നതിൻ്റെയും കാര്യതാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഇപ്പൊ കുട്ടികളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട പോലെയല്ലേ, അതെനിക്ക് പറ്റത്തില്ല. ആ സമയം നമ്മൾ അപ്പം ആ സമയം നമ്മൾ ഒന്നും അറിയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തഴിക്കും, സങ്കടങ്ങളും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ഒന്നും അറിയില്ല, നമ്മൾ ഓടി നടക്കും, നമുക്ക് നേരം കിട്ടില്ല. പിന്നെ ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് പിന്നെ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത കുട്ടികളൊക്കെ ഉള്ള അടുത്തൊന്ന് പോവുക, കുറച്ചു നേരം അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ സ്നേഹം അവർക്ക് കൊടുക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് കുറച്ച് സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, ആളൂരൊക്കെ ഉള്ള സിസ്റ്റർ അംബുജ എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അവരെ കൂട്ടിയിട്ട് അങ്ങനെയുള്ള കുട്ടികളെ കാണുക, അവരുടെ അടുത്ത് പോയിരിക്കുക, അതൊക്കെ ഒരു സ്നേഹം ഇഷ്ടം. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്കിങ്ങനെ സ്വന്തമായി വരുമാനം ഉള്ളത് കൊണ്ടാവാം എനിക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനൊക്കെ പറ്റും. അത് കാരണം നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ആരോടും ചോദിക്കാതെ എടുത്ത് കൊടുക്കാനും. അപ്പം അതിനൊക്കെ എനിക്ക് സിനിമ എനിക്ക് കൂടുതൽ സഹായം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ചേച്ചി എൻ്റെ അടുക്കളയിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഒരുപാട് ടിപ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത്.